ഭഗവാൻ ശ്രീ അയ്യപ്പൻ ധർമ്മശാസ്താവ് പൂർണ്ണ പുഷ്കലയോടുകൂടി തൻ്റെ വിശ്വാസികളുടെ ഇച്ഛാശക്തിയെ തൻ്റെ ക്രിയാശക്തി കൊണ്ട് പ്രാവർത്തികമാക്കുന്നതിലൂടെ സദാ കർമ്മനിരതനായി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ട് പാങ്ങ് ചിറ്റടിക്കാവ് അയ്യപ്പ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നു. കാര്യസാധ്യത്തിനും ദുരിത നിവാരണത്തിനും ഇവിടെ പ്രത്യേക വഴിപാടുകൾ കഴിക്കുന്നത് മുൻകാലങ്ങളിൽ തന്നെ വളരെ പ്രസിദ്ധമാണ്. കന്യകമാരുടെ വിവാഹ തടസ്സം നീക്കാൻ പ്രത്യേക പ്രാർത്ഥനകൾ നടത്തിവരുന്ന ഈ ക്ഷേത്രത്തിൽ ഭഗവതി മുഖ്യ ഉപദേവതയാണ്. ശ്രീ ഊക്കൻ വള്ളോടി എന്നവരുടെ അസാധ്യമായ കഴിവുകളുടെ ഉറവിടം കൂടിയാണ് ഈ ക്ഷേത്രം. ഊക്കൻ വള്ളോടി എന്നവർ ഗ്രാമീണരുടെ അറിവിൽപ്പെട്ടിടത്തോളം അമാനുഷിക ശക്തികളുടെ ഉടമയും ആയിരുന്നു. ടിപ്പു സുൽത്താൻ്റെ പട ഈ പ്രദേശത്ത് പ്രവേശിച്ച വിവരം അദ്ദേഹത്തിൻ്റെ അമ്മയിൽ നിന്നും അറിഞ്ഞ ഉടനെ ശ്രീ ഊക്കൻ വള്ളോടി എന്നിവരുടെ അമാനുഷിക കഴിവുകൊണ്ട് മാത്രം ഒരു മുഴുക്കവുങ്ങ് പറിച്ച് ഒന്ന് വടികുത്തിയും മറ്റേത് തോളിൽ വെച്ചും ചെല്ലുന്ന ദൃശ്യം കണ്ട മാത്രയിൽ ടിപ്പുവും പടയും ഈ പ്രദേശത്തു നിന്നും ഓടിപ്പോയി എന്നാണ് ഐതിഹ്യം. ഇപ്പോഴും ഈ പ്രദേശം പടപ്പറമ്പ് എന്ന പേരിൽ അറിയപ്പെടുന്നു. പാവപ്പെട്ട ഗ്രാമീണർ തിങ്ങി താമസിക്കുന്ന ഈ പ്രദേശത്തിൽ കാണരുളുന്ന അയ്യപ്പനും ഭഗവതിക്കും വർഷങ്ങളായി കളംപാട്ട് ഉത്സവം നടത്തി വരുന്നു. ചന്ദനപ്പൂനില പട്ടുപുതയ്ക്കുന്ന വേദാന്തത്തിടം. വൃശ്ചികമാസം 1-ാം തീയതി തുടങ്ങുന്ന മണ്ഡലക്കാലത്ത് ഇവിടെ പ്രത്യേക പൂജയും അഖണ്ഡനാമ യജ്ഞവും ഉണ്ട്. ഈ ക്ഷേത്രത്തിലേക്ക് എത്തുന്നതിന് പെരിന്തൽമണ്ണ കോട്ടക്കൽ റൂട്ടിൽ പടപ്പറമ്പ് എന്ന സ്ഥലത്തിറങ്ങിയാൽ അവിടെ നിന്ന് ഒരു 1.5 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. കാനനമേട്ടിലെ